Hello friends. So how are you? Fine. Very good. Now we saw relative pronouns and relative clauses. Relative pronouns, first one who, only for persons or human nouns. Second we saw whose for all, that is humans, animals and also things. Third one we saw whom, preferably for humans only. In special cases you can use whom for animals, but never for things. Then we saw which can be used for as a relative pronoun for animals and things. And now we have got that can be used for persons, animals and things. Example you can see, he is satisfied, he has achieved his life's aim. So he is satisfied, he has achieved his life's aim. So what is the he that has achieved his life's mission is satisfied. So now what we have done is he, that is the that. Now you have moved it to the noun or pronoun that is modified. So this sentence, this modifies the subject of the first sentence. Modifies, qualifies, modifies. കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കുന്നു. അതാണ് മോഡിഫൈസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഏത് നൗണിനെ അല്ലെ പ്രോനൗണിനെയാണോ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്, അതിൻ്റെ അടുത്തേക്ക് മോഡിഫൈ ചെയ്യുന്ന ക്ലോസിനെ കൊണ്ടുവരണമെന്നാണ് നല്ലത് തന്നെയല്ല, അതായത് ഏറ്റവും അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത് മൊത്തത്തോടെ മൂവ് ചെയ്യുന്നത്. ഹി ദാറ്റ് ഹാസ് അച്ചീവ്ഡ് ഹിസ് ലൈഫ് എയിം ഈസ് സാറ്റിസ്ഫൈഡ്. ഈ മോഡിഫൈ ചെയ്യപ്പെടുന്ന നൗണിന് ഒരു പേരുടെ ഉണ്ട്, കുഴപ്പമില്ല ഞാൻ പറയാം. ആൻറ്റിസിഡൻസ്, ഇതിൻ്റെ പേരാണ് ആൻറ്റിസിഡൻസ്. ANTICEDENT. ആൻറ്റിസിഡന്റ്. ആൻറ്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ മുമ്പേ പോകുന്നതാണ്. ആൻറ്റി മീൻസ് ബിഫോർ. ഇപ്പം ഈ ഒരു ഏത് നൗണിനെ നമ്മൾ ഇത് എല്ലാ റിലേറ്റീവ് ക്ലോസിനും ഇത് ബാധകമാണ്. എല്ലാ റിലേറ്റീവ് പ്രൊനൗൺസിനും എല്ലാ റിലേറ്റീവ് പ്രൊനൗൺസ് വെച്ച് തുടങ്ങുന്ന റിലേറ്റീവ് ക്ലോസിന് ഇത് ബാധകമാണ്. അതായത് ആൻറ്റിസിഡന്റിൻ്റെ അടുത്തേക്ക് റിലേറ്റീവ് ക്ലോസിന് കൊണ്ടുവരിക. ആൻറ്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പുള്ളതല്ല ഇത്, അതാണ് ആൻറ്റിസിഡൻസ്. ഹി അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. വേറെ പോസിബിൾ, ചില സ്ഥലങ്ങളിൽ പോസിബിൾ അല്ല, പറ്റുമ്പോഴല്ല അങ്ങനെ ചെയ്യുക. അതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹി ദാറ്റ് ഹാസ് അച്ചീവ്ഡ് ഹിസ് ലൈഫ് എയിം ഈസ് സാറ്റിസ്ഫൈഡ്. ഏതാണ് ആൻറ്റിസിഡന്റ് ഇതിനകത്ത്? ഈ ആദ്യത്തെ ഫസ്റ്റ് പ്രൊനൗൺ. ഈ ഫസ്റ്റ് പ്രൊനൗണിനെയാണ് അല്ലെ സബ്ജക്റ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ക്ലോസ് എന്നാണ് പറയുന്നത്. പ്രിൻസിപ്പൽ ക്ലോസ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പം അതിനെയാണ് ഈ ക്ലോസ് മൊത്തം മോഡിഫൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ക്ലോസ് ഒരു അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് ക്ലോസസ് എന്നാണ് പൊതുവെ റിലേറ്റീവ് ക്ലോസസിനെ വിളിക്കുന്നത് തന്നെ. റിലേറ്റീവ് ക്ലോസസ് എല്ലാം അഡ്ജക്റ്റീവ് ക്ലോസസ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം റിലേറ്റീവ് ക്ലോസസ് ഒരു നൗണിനെയാണ് മോഡിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്നത്. രണ്ട് തരത്തിലും പറയാറുണ്ട്. നമ്മൾ പറയല്ലേ ബോയ്, ഗുഡ് ബോയ്. ഗുഡ് ഈസ് അഡ്ജക്റ്റീവ്. എന്തുകൊണ്ടാണ്? ആ ബോയ് എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നു, അല്ലെ കുറച്ചുകൂടി ഡിസ്ക്രിപ്ഷൻ തരുന്നു. അല്ല അതിൻ്റെ ആ ഏരിയ ലിമിറ്റ് ചെയ്യുന്നു. എല്ലാ ബോയ്സും അല്ല ഗുഡ് ബോയ് എന്നുള്ള രീതി. അതുപോലെ തന്നെയാണ് ഇതും. ഇത് അഡ്ജക്റ്റീവ് ക്ലോസ് എന്നതിനെ വിളിക്കാൻ കാര്യം എന്താ? അത് ഈ ഓൾ റിലേറ്റീവ് ക്ലോസസ് they modify nouns or pronouns.
They do the function of an adjective. അതുകൊണ്ട് തന്നെ adjective clause എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഒരു adjective clause വേണമെങ്കിൽ ഒരു മോഡിഫൈ ചെയ്യാൻ എന്തെങ്കിലും സാധനം വേണം. അതിനെ നമ്മൾ ആൻറ്റിസിഡന്റ് എന്ന് പറയും. ആൻറ്റിസിഡന്റ്, ANTECEDENT. അപ്പം സാധിക്കുമ്പോഴല്ല, ആൻറ്റിസിഡന്റ് അടുത്ത് ക്വാളിഫൈ ചെയ്യുന്ന ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് കൊണ്ടുവരുന്നതാണ് നല്ലത്. അഡ്ജക്റ്റീവും അഡ്ജക്റ്റീവ് ക്ലോസും തമ്മിലുള്ള വ്യത്യാസം. Adjective is used before the noun that the adjective qualifies. But relative clause or adjective clause is used after the noun which the clause modifies. അതിന് വേറെ രണ്ട് വാക്കുകളുണ്ട്, പ്രീനോമിനൽ ആൻഡ് പോസ്റ്റ് നോമിനൽ. ഒത്തിരി വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കണം. പ്രീ എന്ന് പറയാൻ മുമ്പ്, അത്രേ ഉള്ളൂ. പ്രീ നോമിനൽ നൗണിന് മുമ്പ് എന്നാ അഡ്ജക്റ്റീവ്. പോസ്റ്റ് നോമിനൽ നൗണിന് ശേഷം. അഡ്ജക്റ്റീവ് ക്ലോസസ് ആർ പോസ്റ്റ് നോമിനൽ വൈൽ അഡ്ജക്റ്റീവ്സ് ആർ പ്രീ നോമിനൽ. ഇത്ര ഓർത്തിരിക്കുന്നതൊക്കെ നല്ലതാണ്. അത് നെക്സ്റ്റ് വൺ. ഇതിപ്പോ പേഴ്സൺ. The cat loves comfort, it always sleeps on sofa. ഈ പൂച്ചയ്ക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്. പൂച്ച എപ്പോഴും ഉയർന്ന സ്ഥലങ്ങളിലേ കിടക്കുള്ളൂ. കണ്ടിട്ടില്ലേ? ഫാനൊക്കെ ഉണ്ടെങ്കിൽ ഫാനിൻ്റെ അടിയിൽ പോയി കിടക്കും. സോഫ്റ്റ് ബെഡാണ്, അതേ പോയി കിടക്കും. ചുമ്മാ എൻജോയ് ചെയ്യുക പൂച്ച. പട്ടി പക്ഷെ അങ്ങനെയല്ല, പൂച്ചയുടെ സ്വഭാവമാണ്. നമ്മളത് the cat that loves comfort always sleeps on sofa. The cat that loves comfort. The cat that loves comfort modifies cat. അതുകൊണ്ടാണ് ക്യാറ്റിന്റെ അടുത്തേക്ക് ഇത് വരുന്നത്. The cat that loves comfort always sleeps on sofa. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. There are more things in heaven, we don't know them. Things. The persons, example for animals, example for things. There are more things in heaven, we don't know them. അറിയത്തില്ല എന്തെല്ലാം കാര്യങ്ങൾ സ്വർഗത്തിലുണ്ടോ നമുക്ക് അറിയത്തില്ല. നമ്മൾ കേട്ടിരിക്കുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഗതികളെ പറ്റിയാണ്. ഒത്തിരി വേറെയും കാണും. അപ്പൊ അത് നമുക്ക് we don't know. So there are more things in heaven that we don't know. There are more things in heaven that we don't know. So that is about things. So another exercise here. That can be used for another for persons, for animals and things. എല്ലാം, അതായത് ലോകത്തിലുള്ള എല്ലാ നാമങ്ങളെയും ഒരു ദാറ്റ് ക്ലോസ് കൊണ്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഹു ഓൺലി ഫോർ പേഴ്സൺസ് ഞാൻ പറഞ്ഞു. നമുക്കൊരു എക്സസൈസ് ചെയ്യാം. Evils live after men, men do them. Evils live after men, men do evils. ഇതിന് പകരം നമ്മൾ പ്രോഗ്രാം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ അതിന് പകരം നമ്മൾ എന്താ റിലേറ്റീവ് ക്ലോസ് ദാറ്റ്. ഇതിനാണ് ദാറ്റ് വന്നു. സോ evils that men do. Evils that men do live after them. പിന്നെ men റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ടാണ്. Evils that men do live after them. Evils that men do live after them. A man is lazy, he has to carry mountains. A man is lazy. A man that is lazy. A man that is lazy has to carry mountains. A man has to carry mountains. That's the main clause. Here it is.
a man that is lazy. Modify. He is the best actor I have ever met. He is the best actor that I have ever met. That he is the best actor I have ever met. That actor. But that. He is the best actor that I ever met. He is the best actor. Actor may modify. You have to catch the bus. It leaves at 5. You have to catch the bus that leaves at 5. Bus that leaves at 5. This is the man, he knows too much. Alfred Hitchcock is a really famous cinema film. The man who knows too much. This is the man that knows too much. This is the man that knows too much. For modifying man, all the parents have concern for their children. They attend the review meeting. Or that. Instead of this, that. All that attend the review meetings. All the parents that. All the parents that attend the review meeting have concern for their children. Modifying the noun parents. All the parents that have concern for their children attend the review meeting. The dog catches birds, it belongs to Nomita. Nomita. The dog catches birds. The dog that catches birds, it. The dog that catches birds belongs to Nomita. Ratna wears a necklace. She bought it from Mumbai. Ratna, matchbox. Ratna wears a necklace that she bought. No, that. Ratna wears a necklace that she bought from Mumbai. So necklace. It's a modified necklace. Ajit has a car, it runs on gas. Ajit has a car that runs on gas. And the 10th one, the crow is clever, it drinks water from a bottle. The crow that drinks water from a bottle is clever. The crow that. Here that drinks water from a bottle is clever. മനസ്സിലായല്ലോ ചിലത് പുതിയ വാക്കുകളൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇനി അത് ഓർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല ഇങ്ങനെ പറയും അപ്പം that clause relative clauses that begin with that as far as possible they should go near to the antecedent or the noun that they qualify or a pronoun that they qualify. Other clauses also should be like that as far as possible. Now instead of this, for persons you can use who. He who is satisfied has achieved his need. Possible. Because that can be used for persons as well as who. Understand? That matter who ഉപയോഗിക്കത്തില്ലെന്നല്ല ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും അത് ഏത് സന്ദർഭങ്ങളാണെന്നുള്ളത് നമുക്ക് നോക്കാനാണ് ഇപ്പം നമ്മൾ all the major relative pronouns we have already discussed. That is who, whom, whose, which, that. ഇതാണ് പ്രധാനപ്പെട്ട relative pronouns. ഇനി there are 3 more. That is, even 4 more. According to some texts, there are 4 more. For example, we have got
you have the when can be used as a relative pronoun, when, then where can be, why can be, and in brackets some texts say what also can be. But some texts say what should not be used as a relative pronoun. Those things we will see tomorrow. Now these are the major relative pronouns, and this is how relative clauses are made. A relative clause begins with a relative pronoun. First one to remember. Second, all the relative clauses are adjective clauses. Why? Because they do the function of adjective. Third, all the relative clauses being adjective clauses, they come after the noun they modify, while adjectives come before the noun they modify. Adjectives എപ്പോഴും ഏത് നൗണിനെയാണോ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് അതിന് മുൻപ് വരും. ക്ലോസ് ആണെങ്കിൽ അതിന് ശേഷം വരും. ശേഷം എന്നുള്ളതാണ് പോസ്റ്റ് എന്നുള്ളത്. പോസ്റ്റ്മോർട്ടം, മരണത്തിന് ശേഷം. പോസ്റ്റ്മോർട്ടം ചെയ്യാന്നുള്ളത് മരണത്തിന് ശേഷമല്ല. ജീവിച്ചിരിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല. അതെ, പ്രീ ഡിഗ്രി എന്താ, പ്രീ മുമ്പ്, ഡിഗ്രിക്ക് മുമ്പ്. അതുപോലെ പ്രീ നോമിനൽ, പോസ്റ്റ് നോമിനൽ, അങ്ങനെ ഓർക്കാം. ആന്റിസീഡന്റ് എന്ന് പറയുമ്പോൾ ഏത് ഒരു സെന്റൻസിലെ ഏത് നൗണിനെയാണോ ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് മോഡിഫൈ ചെയ്യുന്നത് ആ നൗണിനെയാണ് ആന്റിസീഡന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്ലോസിന് മുമ്പേ പോകുന്നു. ഈ റിലേറ്റീവ് പ്രൊനൗൺ എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? ഉദാഹരണം ഹിയർ he is the antecedent. The relative pronoun he that has achieved his life aim, adjective clause modifies he. Is satisfied. I think it's clear to you. Time being, bye. We will see you. Bye.